എന്തായാലും ഈ പ്രവർത്തകർക്ക് ജാമ്യം ലഭിക്കുന്നവരെ പ്രതിഷേധം തുടരുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ നേതാക്കൾ പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല CPM ഇടപെടൽ ഉണ്ടായി എന്ന് പറയുന്നു. അവർ ചൂണ്ടിക്കാണിക്കുന്ന ആ ഇടപെടൽ എന്താണ്? ഈ പറഞ്ഞതുപോലെ ജനാധിപത്യപരമായിട്ടൊരു പ്രതിഷേധം, കരിങ്കൊടി പ്രതിഷേധം നടത്തുമ്പോൾ അറസ്റ്റ് ചെയ്യുന്നത് സ്വാഭാവികമാണ്. പക്ഷേ വിട്ടയക്കുമല്ലോ ഈ മുഖ്യമന്ത്രി പോയി കഴിഞ്ഞാൽ. എന്തുകൊണ്ടാണ് അതിപ്പോഴും വൈകുന്നത്? എന്താണ് പോലീസ് ഇതിലൊക്കെ നൽകുന്ന വിശദീകരണം? അക്ഷയ, ഇക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായി പ്രതികരണം ഉണ്ടായിട്ടില്ല. ഇതിൽ പ്രധാനമായും ആരോപണം ഉന്നയിക്കുന്നത് പാലാരിവട്ടം സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ്. ആദ്യഘട്ടത്തിൽ ജാമ്യമുള്ള വകുപ്പുകൾ ചുമത്തി, അതായത് കരിങ്കൊടി കാണിച്ചു, ആ പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു, അറസ്റ്റ് രേഖപ്പെടുത്തി. ആ ഘട്ടത്തിൽ ജാമ്യമുള്ള വകുപ്പുകളായിരുന്നു. പക്ഷെ പിന്നീട് ജാമ്യമില്ലാത്ത വകുപ്പുകൾ ഈ FIR-ൽ ഉൾപ്പെടുകയും ഈ പ്രവർത്തകർക്ക് ജാമ്യം നിഷേധിച്ച് റിമാൻഡിലേക്ക് വിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതിന് പിന്നിൽ അത് CPM-ന്റെ താല്പര്യമാണ്. അത് CPM-ന്റെ ആ താല്പര്യത്തിനനുസരിച്ച് പോലീസ് പെരുമാറി എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ MLA-മാർ അടക്കം ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോലീസിനെ അനുവദിക്കില്ല എന്നതാണ് പ്രധാനമായും ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. മുഹമ്മദ് ഷിയാസ് അടക്കം ഇപ്പോൾ വ്യക്തമാക്കിയത് അവരെ വിട്ടയക്കുന്നതുവരെ, അതായത് അവരെ ജാമ്യത്തിൽ വിട്ടയക്കുന്നതുവരെ ഈ പ്രതിഷേധം തുടരുമെന്നാണ് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ MLA-മാരടക്കം ഇപ്പോഴും സ്റ്റേഷനിൽ തുടരുകയാണ്. ഒപ്പം തന്നെ സമാന്തരമായി തന്നെ പാലാരിവട്ടം റോഡിൽ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധം നടത്തുകയും ചെയ്യുന്നുണ്ട്. റോഡ് ഉപരോധിച്ചുകൊണ്ടാണ് പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുന്നത്. അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിക്കുന്ന സാഹചര്യമുണ്ടായി. അത്തരമൊരു പ്രതിഷേധത്തിലേക്ക് കൂടി കോൺഗ്രസ് പ്രവർത്തകർ നീങ്ങുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത് ഈ പ്രവർത്തകരെ ജാമ്യത്തിൽ വിട്ടയക്കുന്നതുവരെ, അതായത് അവർ പ്രതിഷേധിച്ചതിന് അനുസരിച്ചുള്ള വകുപ്പുകൾ ചുമത്തി അവരെ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ മാത്രമേ ചുമത്താൻ സാഹചര്യമുള്ളൂ എന്നതും, മറിച്ച് മറ്റുള്ളത് ഈ CPM-ന്റെ സമ്മർദ്ദത്തിൽ പോലീസ് ചുമത്തിയതാണ് എന്നതുമാണ്